وصلى الله وسلم على نبينا محمد وآله وصحبه وسلم. اتقوا الله عباد الله. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും അവന്റെ നിർദ്ദേശങ്ങളും ജീവിതത്തിൽ പാലിച്ച് അല്ലാഹുവിന്റെ തഖ്വയുള്ളവരായിരിക്കാൻ പരമാവധി പരിശ്രമിക്കുക എന്ന് ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം മുത്തഖീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ അബദ്ധങ്ങളും കുറ്റങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു മാപ്പാക്കി നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ട വിശ്വാസികൾ, മാതാപിതാക്കൾ, സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ, ബന്ധുക്കൾ, അവർക്കെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ സ്വർഗ്ഗത്തിൽ വെച്ച് നമ്മുടെ പ്രിയപ്പെട്ടവരുമായി കാണാനുള്ള തൗഫീഖും അല്ലാഹു തആല നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ വിഷയം എന്നുള്ളത് ജീവിതത്തെ ധന്യമാക്കുന്ന പ്രവാചക ചര്യകൾ എന്നതാണ്. ഒരു മനുഷ്യന്റെ ജീവിതത്തെ ധന്യമാക്കുന്ന, മനോഹരമാക്കുന്ന, റാഹത്തിലാക്കുന്ന പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏതാനും ചര്യകൾ. കാരണം വിശുദ്ധമായ ഖുർആൻ അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് സൂറത്തുൽ അഹ്സാബിലെ 21-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറഞ്ഞത് ഇപ്രകാരമാണ്: ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. അല്ലാഹുവിന്റെ റസൂലിൽ നിങ്ങൾക്ക് ഉസ്വത്തുണ്ട്, മാതൃകയുണ്ട്. അതെങ്ങനെയുള്ള മാതൃകയാണ്? ഹസനത്തായ മാതൃക. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്ന, അല്ലാഹു ഇഷ്ടപ്പെടുന്ന മാതൃക, ഏറ്റവും ഉത്തമമായ മാതൃക. എങ്ങനെ ജീവിക്കണം, ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളും, എല്ലാ ചുവടുകളും, എല്ലാ കാൽവെപ്പുകളും, എല്ലാ സംഭാഷണങ്ങളും, എല്ലാ അനക്കങ്ങളും എങ്ങനെയാകണം എന്ന് അല്ലാഹു ഇഷ്ടപ്പെടുന്ന മാതൃക. അതാരെയുണ്ട്? മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലുണ്ട്. ലിമൻ, ആർക്കാണ് അതുള്ളത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക അത് ആർക്കാണ് ലഭിക്കുക? കാന, 3 ഗുണങ്ങളുള്ള ആളുകൾ. അതിലൊന്ന് കാന യർജുല്ലാഹ് വൽ യൗമൽ ആഖിർ വ ദക്കറല്ലാഹ കസീറാ. അല്ലാഹുവിനെ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അല്ലാഹുവിനെ വേണം, അഥവാ അല്ലാഹുവിന്റെ സവാബ് വേണം, അല്ലാഹുവിൽ നിന്ന് പ്രതിഫലം ലഭിക്കണം, അല്ലാഹുവിന്റെ പൊരുത്തം എനിക്ക് കിട്ടണം. അല്ലാഹുവിനെ നാളെ പൂർണ്ണചന്ദ്രനെ കാണുന്നത് പോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു പ്രയോഗമാണ്. ഈ ബദറിനെ നിങ്ങൾ കാണാൻ വല്ല പ്രയാസമുണ്ടാവും. ബദറിനെ കാണാൻ, ബദർ എന്ത് പൂർണ്ണചന്ദ്രന് പറയുന്നവയാണ് ബദർ എന്ന്. ആ ബദറിനെ കാണാൻ നിങ്ങൾക്ക് പ്രയാസം വല്ലതുണ്ടോ? ഇല്ല, നല്ല വ്യക്തമായി കാണുന്നു. ഇതേപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ റബ്ബിനെ കാണാനായിട്ട് സാധിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അങ്ങനെ അല്ലാഹുവിൽ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന ആളുകൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് മാതൃക. വൽ യൗമൽ ആഖിർ, യൗമൽ ആഖിറിൽ, പരലോകത്തിൽ, അന്ത്യനാളിൽ ഒരു പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന ആളുകൾക്ക് ദുനിയാവിലല്ല. ദുനിയാവിലെ എന്റെ പ്രയാസങ്ങളും, എന്റെ സങ്കടങ്ങളും, ബുദ്ധിമുട്ടുകളും, ദുനിയാവ് എന്നുള്ളത് ഒരു സത്യവിശ്വാസിക്ക് പൂന്തോട്ടമല്ല, മറിച്ച് ജയിലാണ്. എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ദുനിയാവ് എന്നതൊരു സിജ്നാണ്, ജയിലാണ്. സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ജയിലാണ്. ഇത്രയും മനോഹരമായ ദുനിയാവ്. അല്ലാഹു ആ ദുനിയാവിനെ പറ്റി പറയുന്നത്, ഇത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് നിങ്ങൾക്കൊരു ജയിലാണ്. അതിമനോഹരമായ ഭൂമി, കുടുംബങ്ങളുള്ള, കുട്ടികളുള്ള,
സുഖാസ്വാദനങ്ങളുള്ള ഈ ഭൂമി ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു പറഞ്ഞിട്ട് അള്ളാന്റെ പ്രവാചകൻ അറിയിക്കുകയാണ്, ഇത് നിങ്ങൾക്ക് ഇതൊരു ജയിലാണ്, ഇത് ഒരു ജന്നത്ത് ആർക്കാണ്, ഇതൊരു സ്വർഗം ആർക്കാണ്, അത് കാഫിറിനാണ്. വജന്നത്തുൽ കാഫിർ, ഒരു നിഷേധിയെ സംബന്ധിച്ചിടത്തോളം ആ നിഷേധിക്ക് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന സ്വർഗം അത് ദുനിയാവാണ്. സത്യവിശ്വാസിക്ക് ഇത് ചെയ്യില്ല, വിശ്വാസികൾ ജീവിക്കുന്നവന് ചെയ്യില്ല. അവന്റെ പ്രതീക്ഷ എന്തിലാണ്? ദുനിയാവിലല്ല, ആഖിറത്തിൽ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന ആളുകൾക്ക്, അള്ളാഹുവിനെ സ്മരിക്കുന്നവർക്ക്, വല്ലപ്പോഴും അല്ല, ഖലീലായിട്ടല്ല, കുറച്ചൊക്കെ സ്മരിക്കുന്നവർക്കല്ല, അള്ളാഹുവിനെ ധാരാളമായി സ്മരിക്കുന്ന ആളുകൾക്ക്, ഈ മൂന്ന് ഗുണങ്ങളുള്ള ആളുകൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ മാതൃകയുണ്ട് എന്ന് പരിശുദ്ധമായ ഖുർആൻ നമുക്ക് പറഞ്ഞു തരികയാണ്. ആ കൂട്ടത്തിൽ റസൂലുള്ളാഹി മാതൃകയാകുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹു തആല നമ്മയും നമ്മുടെ മക്കളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ഇനി പറയാൻ ഉദ്ദേശിക്കുന്ന ഹദീസുകൾ, ആ ഹദീസുകൾ ഞാൻ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിന് വേണ്ടി തയ്യാറാക്കിയതല്ല. യഥാർത്ഥത്തിൽ അത് ഒരുപക്ഷെ മാസങ്ങളോ അല്ലെങ്കിൽ വർഷങ്ങളോ ആയി ഞാൻ പ്രത്യേകമായി ശേഖരിച്ച് പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചിരുന്ന ചില ഹദീസുകളാണ്. പ്രത്യേകമായി നോട്ട് ചെയ്ത് വെച്ചിരുന്ന ചില ഹദീസുകളാണ്. ആ ഹദീസുകളെല്ലാം തുടങ്ങുന്നത് മിക്കവാറും കാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞ ഹദീസിൽ തുടങ്ങുന്നത്. ഇനി പറയാൻ ഉദ്ദേശിക്കുന്ന ഹദീസുകളെല്ലാം തുടങ്ങുന്നത് കാന സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ് തുടക്കം. കാന സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി അങ്ങനെ ആയിരുന്നു. സഹാബിമാര് പറയുന്നത്, വ്യത്യസ്തരായ സഹാബിമാര് പറയുന്നത് നമുക്ക് നബി എങ്ങനെ ആയിരുന്നു എന്നറിയാനാണ് ഒരു വിശ്വാസി ശ്രമിക്കേണ്ടത്, പഠിക്കുന്നത്. നബി എങ്ങനെ ആയിരുന്നു, എന്തിനാണ് നമുക്കും അങ്ങനെ ആകാൻ, അല്ലെങ്കിൽ അങ്ങനെ ആകുന്നതിനെ സ്നേഹിക്കാൻ, അല്ലെങ്കിൽ അങ്ങനെ ആകുന്നതിനെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കാൻ എങ്കിലും ആണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളും സ്വഭാവങ്ങളും നടപടികളും നമ്മൾ അറിയുന്നത് അതിനു വേണ്ടിയാണ്. അതിൽ മൂന്നാമത്തെ ഹദീസ് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്. അദ്ദേഹം പറഞ്ഞു, കാന സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിരുന്നു അഹ്സനൻ നാസ് വഅജ്വദൻ നാസ് വഅസ്ജഅൻ നാസ്. പറയുമ്പോൾ തന്നെ അത് കാണാതെ ഹിഫ്ളാക്കി പോകാൻ പറ്റുന്ന ചെറിയ വാചകങ്ങളാണ്. കാന സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഹ്സനൻ നാസ് വഅജ്വദൻ നാസ് വഅസ്ജഅൻ നാസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഹ്സനൻ നാസ് ആയിരുന്നു, ജനങ്ങളിൽ ഏറ്റവും നല്ലവനായിരുന്നു. പച്ചമറിയണം, ഏറ്റവും നല്ല മനുഷ്യനായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു നേതാവ് എന്ന നിലക്കല്ല, അനുയായികൾക്ക് ബന്ധപ്പെടാൻ സാധിക്കാത്ത ഒരു നേതാവ് എന്ന നിലക്കല്ല, ഒന്നും പറയാൻ സാധിക്കാത്ത, പറഞ്ഞാൽ ഇഷ്ടപ്പെടുമോ എന്നൊക്കെ തോന്നുന്ന തരത്തിൽ ഒരു അകൽച്ചയുമില്ലാതെ ജനങ്ങളോട് ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന ഒരു മഹാമനുഷ്യനായിരുന്നു. അത് മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല മനുഷ്യനായിരുന്നു മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാന അഹ്സനൻ നാസ്. രണ്ടാമത്തെ വിശേഷപ്പെടുന്നു വഅജ്വദൻ നാസ്, ജനങ്ങളിൽ ഏറ്റവും അജ്വദായ ആളായിരുന്നു. അജ്വദ് എന്ന് പറഞ്ഞാൽ ജൂതുള്ള ആൾ, ഔദാര്യമുള്ള ആൾ, ജനങ്ങളോട് അങ്ങേയറ്റം സ്നേഹിക്കുന്ന ആൾ, എന്ത് ചോദിച്ചാലും കൊടുക്കുന്ന ആൾ, ദാനധർമ്മത്തിന് വല്ലാത്ത, മറ്റൊരാൾക്ക് കൊടുക്കുന്നതിന് വല്ലാത്ത പ്രാമുഖ്യം നൽകുന്ന ആള് എന്നാണ് അജ്വദ് എന്നതിന്റെ താല്പര്യം. അജ്വദ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് എന്ത് കിട്ടിയാലും എന്ത് ചെയ്യും, എന്ത് വേറെ ആൾക്ക് കൊടുക്കും. അതൊരു മിഠായിയാണ് കിട്ടിയതെങ്കിലും ഉടനെ കൊണ്ടുപോയി കൂട്ടുകാരൻ കൊടുക്കും. എന്ത് സാധനം കിട്ടിയാലും അത് മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ഒരാളാണ്. അത് എടുത്തു വെക്കൂല, രഹസ്യമായിട്ട് ആരും കാണാതെ ആരും അറിയാതെ എടുത്തു വെക്കുന്ന കാര്യമാണ്. കൊടുക്കും. ആരെങ്കിലും ഒന്ന് കണ്ടു കിട്ടിയാൽ മതി, എന്തിന് ഇതൊന്നും നമ്മൾ കൊടുക്കാൻ. അജ്വദായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഏറ്റവും ഔദാര്യവാനായിരുന്നു. എന്തും ചെന്ന് ചോദിക്കാം, എന്ത് സാധനവും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചെന്ന് ചോദിക്കാം. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
ഒരാൾ ഒരു ജുബ്ബ കൊടുത്തു, ഒരു വസ്ത്രം കൊടുത്തു, പുതിയായിട്ട് കൊടുത്തു. നബിയത് മേടിച്ചു, നബിയത് ഇട്ടു. അപ്പൊ സഹാബിമാരൊക്കെ പറഞ്ഞ് വളരെ നന്നായിട്ട് തോന്നി. ഉടനെ ഒരു സഹാബി വന്നിട്ട് നബിയുടെ അവസ്ഥ ചോദിച്ചു, നബിയെ ഈ ഉടുപ്പ് എനിക്ക് നബി ഇഷ്ടപ്പെട്ട വസ്ത്രമാണ്. സഹാബിമാര് കണ്ടിട്ട് അത് ഇഷ്ടമായി എന്ന് പറഞ്ഞ വസ്ത്രം. ഒരാൾ വന്ന് ചോദിക്കും, നബിയെ ഈ ഉടുപ്പ് എനിക്ക്. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് സഹാബിയോട് വേറെ സഹാബിമാർ ചോദിച്ചു, നിങ്ങൾ എന്ത് മനുഷ്യനാണ്, അത് അല്ലാഹുവിന്റെ റസൂലിന് ഇഷ്ടപ്പെട്ടിട്ടതല്ലേ? സഹാബി പറഞ്ഞു, ഇതെനിക്ക് എന്റെ കഫൻ ആക്കുന്നതിന് വേണ്ടിയാണ്, എന്റെ മയ്യത്ത് പുടവ ആക്കുന്നതിന് അല്ലാഹുവിന്റെ റസൂലിന്റെ ശരീരത്തെ സ്പർശിച്ച ആ വസ്ത്രം അത് എന്റെ ശരീരത്തിൽ എന്റെ അവസാനത്തിൽ ഖിയാമത്ത് വരെ വെക്കണം. എന്റെ ഖബറിലേക്ക് വെക്കുന്നത് ആ ഒരു ഖബർ പുടവ റസൂലുള്ള ധരിച്ച ആ വസ്ത്രത്തിനായിരിക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ട് എന്റെ ഖബർ പുടവാക്കാൻ വേണ്ടിയിട്ടുണ്ട്. അതല്ലാതെ മതത്തിനാരോട് നടക്കുന്നതിന് വേണ്ടിയില്ല എന്നത്. അപ്പോൾ റസൂലുള്ള അങ്ങനെ ആയിരുന്നു. ആരും വന്ന് എന്ത് ചോദിച്ചാലും കൊടുക്കുന്ന ആളായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളെ അങ്ങനെയാണ് സഹാബിമാരെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളർത്തിയത്. മറ്റുള്ളവർക്ക് കൊടുക്കാൻ കഴിയുന്ന, മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിൽ ഒരു പ്രയാസമില്ലാത്ത, മറ്റുള്ളവർ കാണുന്നതിൽ അറിയുന്നതിൽ ഒരു പ്രയാസവുമില്ലാത്ത ആളുകളായിട്ടാണ് സ്വഹാബിമാരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളർത്തിയത്. അതേപോലെ തന്നെ മൂന്നാമത്തേത് ജനങ്ങളിൽ ഏറ്റവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഏറ്റവും ധൈര്യശാലികള, ഏറ്റവും ധൈര്യമുള്ള ആളും റസൂലുള്ളാഹി. മാറി നിൽക്കലില്ല. റിസ്കായ കാര്യങ്ങൾക്കൊന്നും മാറി നിന്ന് അതൊക്കെ മറ്റുള്ളവരെ ഏൽപ്പിക്കുക എന്നുള്ളതില്ല. ഏറ്റവും പ്രയാസമുള്ള കാര്യമായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റെടുത്തിരുന്നത്. ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം ഏറ്റെടുത്തു. ഭക്ഷണം വെക്കുന്ന സമയത്ത് ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ ചെയ്യുകയാണ്. പല പല വിഷയങ്ങളുണ്ടാവുക ഭക്ഷണം പാകം ചെയ്യുന്ന സമയത്ത്. അങ്ങനെ എല്ലാവരും ഓരോ കാര്യങ്ങൾ ഏറ്റെടുത്തപ്പോൾ അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിലയിലേക്ക് ഞാൻ വിറക് പോയി കൊണ്ടുവരാം. ഏറ്റവും പ്രയാസമുള്ളത് ആരാണ് പറയുന്നത്? ഒരു സമൂഹത്തിന്റെ നേതാവ്, റഹ്മത്തുൽ ആലമീൻ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗ്ഗത്തിന്റെ ചാവി ആദ്യം തുറന്ന് സ്വർഗ്ഗത്തിലേക്ക് ആദ്യം വലതുകാലം വെച്ച് കയറുന്ന ആള്, ആയിരക്കണക്കിന് സ്വഭാവമാനുള്ള ആള് മരം വെട്ടിയിട്ട് മരച്ചില്ലകളിൽ നിന്ന് വിറക് വെട്ടാൻ വേണ്ടി പോയിക്കുന്ന അവസ്ഥാനത്തിൽ എന്ത് കാര്യത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നിട്ടിറക്കമായിരുന്നു. കാരണം അഹ്സനന്നാസ് അജ്വദന്നാസ് അസ്ജഅന്നാസ് എന്ന് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞു. രണ്ടാമത്തെ ഹദീസിൽ ആയിഷ ഉമ്മുൽ മുഅ്മിനീൻ റളിയല്ലാഹു അൻഹ പറഞ്ഞു, കാന സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ആദ്യം പറഞ്ഞ എല്ലാ ഹദീസും കാന കൊണ്ട് തുടങ്ങുന്ന ഹദീസുകൾ മാത്രമാണ്. അതെല്ലാം ഒന്ന് രണ്ട് ഹദീസുകൾ ഉണ്ട്, എന്നാലും ഭൂരിപക്ഷം ഹദീസുകളും എന്തുകൊണ്ട് തുടങ്ങുന്നത്? കാന കൊണ്ട് തുടങ്ങുന്ന ഹദീസുകളാണ്. കാന എന്ന് വെച്ചാൽ ആയിരുന്നു, അങ്ങനെ. കാന സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി അങ്ങനെ ആയിരുന്നു, നബി ഇങ്ങനെ ആയിരുന്നു. കാന സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി ആയിരുന്നു. കലാമുഹു, നബിയുടെ കലാം, നബിയുടെ സംസാരം, നബിയുടെ സംസാരം. നമ്മുടെ ജീവിതത്തിലെ മുഴുവൻ കാര്യങ്ങളും ഇതിനകത്ത് വരുന്നുണ്ട്. കലാമുഹു കലാമൻ ഫസ്ലൻ, വ്യക്തമായ സംസാരമായിരുന്നു. വ്യക്തമായി ആർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന വ്യക്തമായ സംസാരമായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വായിൽ വെച്ച് സംസാരിക്കുന്ന രീതിയില്ല, ഉഷുമുഷുക്കുന്ന രീതിയില്ല, വല്ലാതെ ഒച്ചത്തിൽ ആളുകളെ ഭയപ്പെടുത്തുന്ന രീതി അതുമില്ല. മറിച്ച് റസൂലുള്ള പറയുന്ന വാക്ക് ഓരോരുത്തർക്കും കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. എന്താണ് പറഞ്ഞത്? നല്ല ഭാഷയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യഫ്ഹമുഹു കുല്ലു മൻ സമിഅഹു, അത് കേട്ട എല്ലാവർക്കും അത് ഗ്രഹിക്കാനായിട്ട് സാധിക്കും. ഇതൊക്കെ സംസ്കാരമാണ്. നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ മക്കളുടെയൊക്കെ ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ട സംസ്കാരമാണത്. സംഭാഷണത്തിന്റെ, സംസാരത്തിന്റെ പ്രത്യേകതയാണ്. നല്ല രീതിയിൽ സംസാരിച്ച് പഠിക്കുക എന്നുള്ളത്, നല്ല രീതിയിൽ ജനങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ട് സംസാരിച്ച് പഠിക്കുക എന്നുള്ളത് ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംഭാഷണത്തിലാണ്. മൂന്നാമത്തേത് ജാബിർ ഇബ്നു സമുറ റളിയല്ലാഹു അൻഹു.
സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരുന്നു തുവീല സ്വംതി ഖലീല ളൈക്. തുവീല സ്വംത് എന്ന് പറഞ്ഞാൽ ഒരുപാട് നേരം മൗനമായിരിക്കുന്ന ഒരാളായിരുന്നു. മൗനം ഇഷ്ടപ്പെട്ടിരുന്ന ആളായിരുന്നു റസൂലുള്ളാഹി. എവിടെയെങ്കിലും നിന്ന് ചടപട ഇങ്ങനെ വർത്താനം പറഞ്ഞിരിക്കുക. ലാ യതകല്ലമു ഇല്ലാ ബിൽ ഹാജ. ഇതിന്റെ ശറഹിൽ കാണാം, ലാ യതകല്ലമു ഇല്ലാ ബിൽ ഹാജ. എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിലേ സംസാരിക്കുള്ളൂ. ബാക്കിയുള്ള സമയത്ത് എന്തായിരിക്കും അത് ചെയ്യുന്നത്? ബാക്കിയുള്ള സമയം ദിക്റിലായിരിക്കും, അല്ലാഹു എന്ന ദിക്റിലായിരിക്കും. ആവശ്യമുള്ളപ്പോൾ സംസാരിക്കും. നമുക്കൊന്നും പറ്റും, നമ്മളൊന്നും 1 മണിക്കൂർ കൊണ്ട് മിണ്ടാതിരുന്നത് ശീലിക്കുന്നത് ഏറ്റവും ലക്ഷണം. കുട്ടികൾ കേൾക്കുന്നുണ്ട്. ആ കണ്ണട വെച്ച ആ കുട്ടി കേൾക്കുന്നുണ്ടോ? എന്താ പറഞ്ഞത്? നബി സല്ലല്ലാഹു കുറേ നേരം നബി എന്ത് ചെയ്യുമായിരുന്നു? മിണ്ടാതിരിക്കുമായിരുന്നു. നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കൊണ്ടുവരേണ്ട 1ാമത്തെ അച്ചടക്കം എന്നുള്ളത് അത് മൗനമാണ്. എന്താണ് മൗനമാണ്? എന്ന് വെച്ചാൽ മിണ്ടാതിരിക്കുക. അച്ചടക്കത്തോടുകൂടി, ശ്രദ്ധയോടുകൂടി, മനസാന്നിധ്യത്തോടുകൂടി ഇരിക്കുക. മനസ്സിൽ അല്ലാഹുവിനോട് ചോദിച്ചുകൊണ്ടിരിക്കുക. മനസ്സിൽ അല്ലാഹുവിനോട് ചോദിച്ചുകൊണ്ടിരിക്കുക. എന്താണോ വേണ്ടത് അത് തരാൻ കഴിവുള്ള ഒരാളുണ്ട്. ആരാണത്? അള്ളാഹുനോട് മനസ്സിൽ ചോദിച്ചുകൊണ്ടിരിക്കുക. അല്ലാഹുവേ, എന്റെ ഉപ്പാക്ക് ബർക്കത്ത് ചെയ്യണേ റബ്ബേ, എന്റെ ഉപ്പാക്ക് സ്വർണ്ണം കൊടുക്കണേ റബ്ബേ, എന്റെ ഉപ്പാക്ക് ബർക്കത്ത് കൊടുക്കണേ റബ്ബേ, എന്റെ ഉപ്പാക്ക് പുറത്തു കൊടുക്കണേ റബ്ബേ, എന്നെ നല്ലവരെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ റബ്ബേ, നിസ്കാരമുള്ളവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ റബ്ബേ എന്ന് മനസ്സിൽ അള്ളാഹുനോട് ചോദിച്ചുകൊണ്ടിരിക്കുക. ധാരാളം നേരം ചോദിച്ചുകൊണ്ടിരിക്കുക. ഇത് ആ സ്വത്ത് എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നല്ല സ്വഭാവമായിരുന്നു. മൗനം പാലിക്കുക. മിണ്ടാതിരിക്കുന്ന ആളുകളെ കൊണ്ട് നമ്മൾ പോയി മിണ്ടിക്കും. എന്താണ് മിണ്ടാതിരിക്കണം? മിണ്ടിക്കൂടി. അയാൾ അവിടെ വന്നിരുന്ന് ദിക്ർ ചെല്ലണ്ടിരിക്കും. മിണ്ടാതിരിക്കുന്ന ഒരു സാധുവായ മനുഷ്യന്റെ അടുത്തിട്ടുണ്ടെങ്കിൽ അവരുടെ വായിൽ കൈയിട്ടിട്ട് മിണ്ടിപ്പിക്കുക. ഇതിൽ മിണ്ടിയില്ലെങ്കിൽ അയാളെന്തോ കുഴപ്പമുള്ള ആളായിട്ട് നമ്മൾ തെറ്റിദ്ധരിക്കേണ്ട. മിണ്ടാതിരിക്കുക എന്നുള്ളത് വേറെ മിണ്ടാതിരിക്കലുണ്ട്, പിണങ്ങിയിട്ട് മിണ്ടാതിരിക്കലുണ്ട്. അതാണ് ഇത്. അതല്ല, മറിച്ച് മിണ്ടാതിരിക്കൽ എന്നുള്ളത് അതൊരു കുറ്റമല്ല. ഒരാൾ മിണ്ടാതെ മൗനമായിരിക്കുന്നു എന്നുള്ളത് അതൊരു കുറ്റമല്ല. അതെന്താണ്? പ്രവാചകന്റെ സ്വഭാവമാണ്. ധാരാളം സമയം മൗനമായിരിക്കും. ആവശ്യമുള്ളവർ സംസാരിക്കും, വ്യക്തമായ സംസാരം. കുറച്ചേ ചിരിക്കുള്ളൂ എന്ന് വെച്ചാല് ആവശ്യമില്ലാത്തുള്ള ചിരി. അത് സല്ലല്ലാഹു അലൈഹി വസല്ലം കുറച്ച് ചിരിക്കും. ഒരുപാട് നേരം മൗനമായിട്ടിരിക്കും. ചിരി അമിതമായ ചിരിയാകാൻ പാടില്ല. അമിതമായ ചിരിയായി കഴിഞ്ഞാൽ വെറുതെ ഇങ്ങനെ ചിരിക്കണ ആൾക്കാരെ എന്ത് പറയും? എനിക്ക് ഇച്ചിരി തലക്കിത്തിരി വട്ടാണെന്നല്ലേ പറയുള്ളൂ. വെറുതെ ആവശ്യത്തിൽ ചിരിക്കേണ്ട സമയത്ത് ഒരാളെ കണ്ടതിനാൽ അടച്ചിരിക്കുക. ഒരാളെ നല്ല മുഖപ്രസന്നതയോടുകൂടി കാണും. ഒരാളെ ആദ്യമായിട്ട് ഇങ്ങനെ കാണും. അപ്പം നന്നായിട്ടൊന്ന് ചിരിക്കുക. ആ ചിരിക്ക് എന്ത് തരും? അല്ലാഹ്. ആ ചിരിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം തരും. ഇന്ന് നമുക്ക് ചിരിക്കാൻ വല്ലാത്ത പ്രയാസമാണ്. ചിരിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്തോ ഒരു കുറ്റക്കാരൻ എന്ന നിലക്കാണ്. ചിരിക്കണം, ചിരിച്ചു പിടിക്കണം. എന്നാൽ അത് വല്ലാതെ ഒരുപാട് വേണ്ട. ആവശ്യത്തിന് ആളുകളെ കണ്ടാൽ ചിരിക്കാൻ കഴിയണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുഞ്ചിരിക്കുമായിരുന്നു. ആയിഷ ഉമ്മുൽ മുഅ്മിനീൻ റളിയല്ലാഹു അൻഹ ഖാലത്, ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, കാന സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരുന്നു യുഹദ്ദിസു ഹദീസൻ, സംസാരിച്ചാൽ, നബി സംസാരിച്ചാൽ, ലൗ അദ്ദഹു അഅദ്ദു ലഅഹ്സാഹു, ഒരു എണ്ണുന്ന ആള് നബിയുടെ സംസാരത്തിൽ എത്ര അക്ഷരങ്ങൾ ഉണ്ടെന്ന് ഒരു എണ്ണാൻ ഒരാൾ തീരുമാനിച്ചാൽ അയാൾക്ക് എണ്ണാൻ പറ്റും. നബി ഇന്ന് സംസാരിക്കുമ്പോൾ ആ സംഭാഷണത്തിൽ എത്ര അക്ഷരങ്ങൾ ഉണ്ട് എന്ന്, അപ്പോ അത്രയും സാവധാനത്തിൽ, അത്രയും സാവകാശത്തിൽ, അത്രയും കൃത്യമായി സ്ഫുടമായിട്ടായിരുന്നു. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നാൽ ജീവിതം എത്ര ധന്യമാവും എന്ന് നമ്മൾ ആലോചിക്കണം.
കമ്മിറ്റികളിൽ, പള്ളികളിൽ, കുടുംബ സദസ്സുകളിൽ, നോമ്പുതുറ വേളകളിൽ, കല്യാണ സദസ്സുകളിൽ, മീറ്റിങ്ങുകളിൽ ഒക്കെ വെറുതെ ആവശ്യമുള്ളതിൽ ഇല്ലാത്തതിനും കലവില കൂടുന്ന ആളുകളായി നമ്മൾ മാറാനുള്ള കാരണം ഇതൊന്നും നമ്മൾ അറിയാത്തത് കൊണ്ടാണ്. എവിടെയും ചെന്ന് നമ്മൾ പലരുടെയും ചിലരുടെയൊക്കെ ദൗത്യം എന്നുള്ളത് എവിടെയും ചെന്ന് ബഹളങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അവിടെ സ്വസ്ഥമായിരുന്ന ഒരു കമ്മിറ്റി, ഒരു മീറ്റിംഗ്, ഒരു കുടുംബ യോഗം അവിടെ നടക്കുന്നുണ്ട്. സ്ഥിരം പ്രശ്നക്കാരനായിട്ടുള്ള ആളുണ്ടാവും. എന്തെങ്കിലും ആരെങ്കിലും പറ്റി കുറ്റങ്ങളോ കുറവുകളോ പറയാൻ അങ്ങനെ പറഞ്ഞുകൊണ്ടേ ഒന്നും ആരെ കൊണ്ടും സംസാരിപ്പിക്കൂല. എല്ലാത്തിലും കുറ്റം. ഒരു മദ്രസയുടെ യോഗം നടക്കുന്നു, പള്ളിയുടെ യോഗം, കുടുംബ യോഗം, നാട്ടുയോഗം, അങ്ങനെ പലതും ഉണ്ടാകുമ്പോൾ എവിടെയും പ്രശ്നക്കാരനായി എല്ലാത്തിലും കുറ്റങ്ങളും കുറവുകളും. നമ്മളിൽ കുറ്റങ്ങൾ ഉണ്ട്, നമ്മളിൽ അവരെക്കാളും കൂടുതൽ കുറ്റങ്ങളും കുറവുകളും നമ്മളിൽ തന്നെ ഉണ്ട്. അത് നമ്മൾ ഓർത്ത് അസ്തഗ്ഫിറുല്ലാ എന്ന് പറയാൻ പോലും നമുക്ക് നേരെയില്ല. പക്ഷേ ഒരു 100 പേര് ഒരു കാര്യത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ആ 100 ആളുകളിൽ എത്ര കുറ്റങ്ങളൊക്കെ ഉണ്ട്, ഇതെല്ലാം കൃത്യമായി കണ്ടെത്താൻ ചില ആളുകൾക്ക് പ്രത്യേകമായ കഴിവാണ്. എന്നിട്ട് അവരെ സംബന്ധിച്ച് പരസ്പരം സംസാരിച്ചുകൊണ്ടിരിക്കാൻ പാടില്ലാത്ത കാര്യം, വേണ്ടാത്ത കാര്യമാണ്. മൗനമാണ് നമുക്ക് നല്ലത്. يحدث حديثا لو عده العاد لأحصاه. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംഭാഷണം മിതമായിരുന്നു, മൗനമായിരുന്നു, വ്യക്തമായിരുന്നു, സ്ഫുടമായിരുന്നു. എണ്ണുന്നവർക്ക് അങ്ങനെ വെടിവെച്ചതുപോലെ സംസാരമില്ല, തുടിതുടാന്നുള്ള രീതിയിലുള്ള സംസാരമില്ല. വളരെ സാവകാശത്തിൽ പറയാനുള്ള ആളുകൾക്ക് കേൾക്കാനുള്ളത് കേൾക്കൽ ഏറ്റവും വലിയൊരു കലയാണ്. പറയൽ മാത്രമല്ല, കേൾക്കാനുള്ളത്, മറ്റൊരാളെ കേൾക്കൽ. അയാൾ എന്താണ് പറയുന്നത്, എന്റെ ഭാര്യ എന്താണ് എന്റെ ഭാര്യ പറയുന്നത്, അവളൊന്ന് കേൾക്കട്ടെ. കേൾക്കുന്നതിന് മുമ്പ് ഭർത്താവ് ചാടി കടിച്ചുകൊണ്ട് ചെല്ലണേ. ഇതുപോലെ ഭർത്താവ് ഭാര്യ എന്താണ് എന്താണ് പറയുന്നത്, മക്കള് എന്താണ് പറയുന്നത്, ഉമ്മ വാപ്പ ജ്യേഷ്ഠൻ ജ്യേഷ്ഠത്തി, അല്ലെങ്കിൽ കുടുംബത്തിലുള്ള ഒരാള്, അല്ലെങ്കിൽ ഒരു മാഷ്, ആരുമാവട്ടെ, എന്താണ് അയാൾ പറയുന്നത് എന്ന് സ്വസ്ഥമായിട്ട് കേൾക്കാനുള്ള ഒരു മാനസികാവസ്ഥ, അത് വലിയ കാര്യമായ കാര്യമാണ്. നന്നായിട്ട് കേൾക്കണം, ആളുകൾ പറയുന്നത് എന്താണെന്ന് നന്നായി ശ്രദ്ധിച്ച് കേൾക്കുക എന്നുള്ളത് വലിയ ഗുണമാണ്. അപ്പോൾ നമ്മൾ കുറച്ചേ സംസാരിക്കേണ്ടി വരുന്നു. അഞ്ചാമത്തെ ഹദീസ് കാന സല്ലല്ലാഹു അലൈഹി വസല്ലം അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, കാന സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ അകല തുആമൻ. ഇത് കുട്ടികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ശ്രദ്ധിക്കൂ, കുട്ടികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം. കാന സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ അകല തുആമൻ, നബി എന്തെങ്കിലും ഭക്ഷണം കഴിച്ചാൽ ലഅഖ അസാബിഅഹു സലാസ, നബിയുടെ വിരലുകൾ 3 പ്രാവശ്യം വടിക്കുമായിരുന്നു. വിരലുകൾ, നബി ഭക്ഷണം കഴിച്ചാൽ വിരലുകൾ വടിക്കുമായിരുന്നു. നമ്മൾ ചോറ് കഴിഞ്ഞിട്ട് നമ്മുടെ കയ്യിൽ ചോറുണ്ടാവും, ആ ചോറ് അതേപാടെ കൊണ്ടുപോയി കഴുകി കളയലാണ് വേണ്ടത്, അതല്ലാതെ വടിച്ച് തിന്നലാണ് വേണ്ടത്. എന്താ വേണ്ടത്? അത് വടിച്ച് കഴിക്കണം. അത് നബി ചെയ്യുമായിരുന്നു. ഭക്ഷണം ഇല്ലാത്തതല്ല. ഇപ്പൊ ചില ആളുകൾ കളിയാക്കും, ഇങ്ങനെ നമ്മൾ പാത്രമൊക്കെ ഒടിച്ച് കഴിക്കുമ്പോൾ ചില ആളുകൾ ഇന്നലെ വയറ് നടക്കില്ല. വയറ് അറിയാത്തതല്ല, അതിലേതിലാണ് ബർക്കത്തുള്ളത് എന്ന് അറിയില്ല. ഭക്ഷണത്തിന്റെ വില മനസ്സിലാക്കിയത് കൊണ്ടാണ്. ഭക്ഷണം കിട്ടാത്ത, കാണാൻ കഴിയാത്ത ആളുകൾ, ഭക്ഷണം കണ്ടിട്ട് ദിവസങ്ങളോ ആഴ്ചകളോ മാസങ്ങളോ ആയ ആളുകൾ നമ്മൾ ജീവിക്കുന്ന ഈ ഗ്രഹത്തിൽ തന്നെ ജീവിക്കുന്നു. ഈ ഭൂമിയിൽ, നമ്മൾ ജീവിക്കുന്ന ഈ ഭൂമിയിൽ തന്നെ. അപ്പോൾ ഭക്ഷണത്തിന്റെ വില മനസ്സിലാക്കിയ പ്രവാചകനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അക്കല തുആമൻ, നബി ഭക്ഷണം കഴിച്ച അസ്ഹാബിയഹു സലാസ, 3 പ്രാവശ്യം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ വിരലുകൾ വടിച്ചെടുക്കുമായിരുന്നു എന്ന് അനസ് ബിൻ മാലിക്. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ട കാര്യങ്ങളാണ്, നമ്മുടെ ജീവിതം ധന്യമാകുന്ന കാര്യങ്ങളാണ്. ഇനി അബീ സഈദ് ഖുദരി റളിയല്ലാഹു അൻഹു പറയുകയാണ്, കാന സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ ഹദീസും തുറന്നെന്ന് വെച്ചാൽ കാന വെച്ചാൽ നബി പറയണല്ല, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞിട്ടാണ് സാധാരണ ഹദീസുകൾ പറയുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ കാന സല്ലല്ലാഹു, ഇവിടെ സ്വഹാബിയാണ് പറഞ്ഞിരുന്നത്. നബി ഇങ്ങനെ ആയിരുന്നു. നമ്മൾ എന്തിനാണ് പറയുന്നത്? നമ്മൾ അങ്ങനെ ആവാൻ.
നമ്മുടെ കുടുംബത്തിൽ ഇസ്ലാമികമായ ആ ഒരു സംസ്കാരം കൊണ്ടുവരുന്നതിന് വേണ്ടി നബിയായിരുന്നു അശദ്ദ ഹയാഅൻ, വളരെ അധികം ലജ്ജയുള്ള ആളായിരുന്നു, ഒരു നാണമുള്ള ആളായിരുന്നു. അങ്ങനെ പറയാമല്ലോ മലയാളത്തിൽ. വളരെയധികം നാണമുള്ള ഒരാളായിരുന്നു. പല കാര്യങ്ങൾക്കും, വേണ്ടാത്ത പല കാര്യങ്ങൾക്കും, സംസാരിക്കാൻ പാടില്ലാത്ത പല കാര്യങ്ങൾക്കും. നമ്മളൊന്ന് ആലോചിക്കും, പള്ളിയിൽ കിടന്ന് ഒച്ചുണ്ടാക്കുന്നതിന് പോലും നമുക്ക് നാണില്ലാണ്ടായിപ്പോകും. റോഡിൽ കിടന്ന് ഒച്ചുണ്ടാക്കുന്നതിന് നമുക്ക് നാണില്ലാണ്ടായിപ്പോകും. ബസിന്റെ ഉള്ളിൽ കിടന്ന് ഒച്ചുണ്ടാക്കുന്നതിന് നമുക്ക് നാണില്ലാണ്ടായി. നമ്മുടെ പേഴ്സണാലിറ്റി എല്ലാം നഷ്ടപ്പെട്ടു പോയി. നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ബഹളുണ്ടാക്കുകയാണ്. ഇതിന്റെ കാരണം നമുക്ക് നാണം നഷ്ടപ്പെട്ടു പോയി. ഞാൻ കാണിച്ചു തരാം, ഞാൻ ആരാണെന്ന് ഞാൻ അവനെ പഠിപ്പിക്കും, ഞാൻ അവളെ പഠിപ്പിക്കും. എന്ത് ഞാനാ? ഈ ശ്വാസം ഇങ്ങനെ നിലച്ച അവിടെ ചത്തു വീഴുന്ന ഒരു പുഴു മാത്രമാണ് മനുഷ്യൻ. അള്ളാഹുവിന്റെ ഔദാര്യത്തിൽ ജീവിക്കും. അഹങ്കരിക്കാൻ ഒരു നിവൃത്തിയുമില്ലാത്ത മനുഷ്യൻ, ഒരു ജീവി, അത് മാത്രമാണ് മനുഷ്യൻ. നാണം വേണം. മനുഷ്യൻ ആദ്യം വേണ്ട വികാരം എന്നുള്ളത് അത് നാണമാണ്, നാണമാണ്, മാനമാണ്, ലജ്ജയാണ്. എത്രത്തോളം ഒരു മറക്കകത്തിരിക്കുന്ന ഒരു പുതുപെണ്ണ് മണവാട്ടി ഉണ്ടല്ലോ, മണവാട്ടി, ആ മണവാട്ടിന്റെ നാണം ഉണ്ടല്ലോ, മണവാട്ടിക്ക് വല്ലാത്ത നാണോലിക്കും. ഇന്നിപ്പോ മണവാട്ടിക്കും നാണമില്ലാത്ത കാലമാണ്. കാരണം മണവാട്ടി സ്റ്റേജുകളിൽ തുള്ളിക്കൊണ്ടിരിക്കുന്നു. സാധാരണ മണവാട്ടികൾക്ക് ഇങ്ങനെ കളിക്കാനോ പാട്ട് പാടാനൊക്കെ എന്റെയൊക്കെ ചെറുപ്പത്തിൽ വിളിച്ചത് മണവാട്ടി അനങ്ങൂല, പേടിച്ചിട്ട് നാണിച്ചിട്ട് അവിടെ ഇരിക്കും. ഇന്ന് മണവാട്ടി സ്റ്റേജിലോട്ട് വരുന്നത് തുള്ളിക്കൊണ്ടാണ് മണവാട്ടി. നാണം നഷ്ടപ്പെട്ട സമൂഹം, ലജ്ജ നഷ്ടപ്പെട്ട സമൂഹം, തുണി ഉരിഞ്ഞു കാട്ടാൻ, സ്വന്തം ശരീരം പുറത്ത് കാട്ടാൻ നാണമില്ലാത്ത സമൂഹമായി, ലജ്ജയില്ലാത്ത സമൂഹമായി നമ്മൾ മാറ്റിപ്പണിയേണ്ടതുണ്ട്. സംസ്കാരത്തിന്റെ, ഇസ്ലാമിക സംസ്കാരത്തിന്റെ വക്താക്കളായി നമ്മൾ നമ്മളുടെ മക്കളും മാറേണ്ടതുണ്ട്. നബിക്ക് വെറുപ്പുള്ളൊരു കാര്യം കണ്ടു കഴിഞ്ഞാല് നബിന്റെ മുഖത്ത് നിന്ന് അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത്ര ക്ലിയർ ആണ് മുഖം. മനസ്സിൽ വേറെ ഒന്ന്, മുഖത്ത് വേറെ ഒന്ന്. കപട ലോകം അങ്ങനെയാണ് അല്ലെ? മനസ്സിൽ വേറെ ഒന്ന്, പക്ഷെ മുഖത്ത് വേറെ വികാരം. അങ്ങനെയല്ല. മനസ്സിൽ എന്ത് വികാരമാണോ ഉള്ളത് അത് തന്നെ പുറത്തും, മുഖത്ത് എന്താണോ ഉള്ളത് അത് തന്നെ പുറത്ത് ചിരിച്ചു കാണിക്കുന്നു. ഉള്ളില് ഇവ നശിക്കണേ എന്ന ചിന്ത അല്ല. പുറത്തെന്താണോ ഉള്ളത് അത് തന്നെയാണ്. അപ്പൊ എന്തെങ്കിലും ഒരു നീരസം, എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം കണ്ട അത് ഇങ്ങനെ മുണ്ടാണ്ട് വെക്കൂല, അത് അറിയാത്ത പോലെ അത് നബിയുടെ മുഖത്ത് നിന്ന് വായിച്ചെടുക്കാൻ ഞങ്ങൾക്ക് സാധിക്കുമായിരുന്നു. അത്ര നിഷ്കളങ്കമായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം എന്നർത്ഥം. മുഖം എന്നത് നമ്മളെ പഴയ ആളുകൾ പറയാനുണ്ടല്ലോ, അത് മനസ്സിന്റെ കണ്ണാടിയാണ് എന്ന് പറയാറുണ്ടല്ലോ. മുഖം അങ്ങനെ ആവണം. നമ്മുടെ ഉള്ളിൽ സന്തോഷം വന്നാൽ പുറത്തും സന്തോഷം ഉണ്ടാവും. നമ്മുടെ ഉള്ളിൽ ദുഃഖം ഉണ്ടായി കഴിഞ്ഞാൽ പുറത്തും അതിന്റെ അടയാളങ്ങൾ ഉണ്ടാവും. എന്താണോ നമ്മുടെ മനസ്സിലുള്ളത് അതിന്റെ അടയാളങ്ങൾ നമ്മുടെ മുഖത്തുണ്ടാകും. ഒരു സ്വാഭാവികമായ മനുഷ്യൻ അത് എത്രത്തോളം നിഷ്കളങ്കമായിരിക്കുന്നു അത്രത്തോളം അയാൾക്ക് അത് മറച്ചു വെക്കാൻ കഴിയില്ല. കരയേണ്ട സമയത്ത് നബി കരഞ്ഞിട്ടുണ്ട്. നബി കരയുന്നത് കണ്ട് സ്വഹാബിമാര് ചോദിച്ചിട്ടുണ്ട്, അല്ലാഹുവിന്റെ റസൂലേ താങ്കളും കരയുകയാണോ എന്ന് ചോദിച്ചു. മകനായ ഇബ്രാഹിം മരണപ്പെട്ട ആ സമയം, മരണപ്പെട്ടുകൊണ്ടിരിക്കുന്ന, വേദനിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ണുനീരിങ്ങനെ തോരുന്നു. സ്വഹാബിമാര് ചോദിച്ചു, അതെ, ഇത് അല്ലാഹു തആല അവന്റെ ഇബാദുകൾ, അവന്റെ അടിമകളുടെ കൽബുകളിൽ നിക്ഷേപിച്ചിട്ടുള്ള റഹ്മത്താണ്, കാരുണ്യമാണ് ഈ കണ്ണുനീർ എന്ന്. അത് വന്നില്ലെങ്കിലും ആലോചിച്ച് നോക്കിയാൽ, കണ്ണുനീര് വരുന്നില്ലെങ്കിൽ ആലോചിച്ച് നോക്കിയാൽ മനസ്സ് പൊട്ടിക്കും. എന്തെങ്കിലും ദുഃഖങ്ങൾ ഉണ്ടാകുമ്പോൾ ആ ദുഃഖങ്ങൾ അലിയിച്ച് കളയുന്ന വെള്ളമാണ് കണ്ണുനീരെന്നുള്ളത്. ആർക്കെങ്കിലും നമുക്ക് പ്രിയപ്പെട്ട ആർക്കെങ്കിലും മക്കൾക്കോ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമ്പോൾ നമ്മുടെ കണ്ണ് നിറഞ്ഞ് തുള്ളി, ഹൃദയത്തിനകത്തുള്ള പ്രഷറാണ് കണ്ണുനീരായിട്ട് പുറത്തോട്ട് പോകും. കരയണം, കരയാൻ നമ്മൾ ഒരു പേടിയും അത് പേടിക്കണ്ട. എവിടെയാണെന്നുണ്ടെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടുതൽ കരയുമായിരുന്നു, ഉറച്ച് ചിരിക്കുമായിരുന്നു. നബിന്റെ ചിരി വളരെ കുറവായിരുന്നു, നബി കൂടുതൽ കരയുകയായിരുന്നു. നമ്മളെന്താണ്? നമ്മൾ നേരെ തിരിച്ചല്ലേ.
നമ്മൾ കൂടുതൽ ചിരിക്കുകയാണ്. കരച്ചിൽ എന്നത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? എപ്പോഴാണ് നമ്മൾ ഓരോരുത്തരും കരഞ്ഞത് എന്ന് ആലോചിച്ചു. അള്ളാഹുവിന്റെ മുമ്പിൽ വിശുദ്ധമായ റമളാനിലെ ഈ സമയത്ത് പോലും നമുക്ക് കരയാൻ സാധിക്കുന്നുണ്ടോ? അള്ളാഹുവിന്റെ മുമ്പിൽ അവനവന്റെ തെറ്റുകൾ ഓർത്തിട്ട്, റബ്ബേ ഞാൻ നാളെ പോയി കിടക്കേണ്ട ഖബറിനെ ഓർത്തിട്ട് കരയാനായിട്ട് സാധിക്കുന്നുണ്ടോ എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. കരയാൻ സാധിക്കുക, കരയുക എന്നുള്ളത് പ്രധാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രീതിയായിരുന്നു. കാരണം മനസ്സിലൊന്നുമില്ല, ലോലമായ മനസ്സായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ. ആയിഷ റളിയല്ലാഹു അൻഹ ഖാലത്ത്, ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്ന അടുത്ത ഒരു ഹദീസ്, കാന സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിരുന്നു. ഇത് നമ്മൾ പുരുഷന്മാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇദാ ദഖല ബൈതഹു ബദഅ ബിസ്സിവാഖ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ വീട്ടിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ നബി ആദ്യം ചെയ്തിരുന്ന പണി ബദഅ ബിസ്സിവാഖ്, പല്ല് തേക്കലായിരുന്നു. ആദ്യം വീട്ടിൽ പ്രവേശിച്ചാൽ നബി ആദ്യം ചെയ്യുന്ന പണി മിസ്വാക്ക് ചെയ്യുക, പല്ല് വൃത്തിയാക്കുക, ദന്തശുദ്ധീകരണമായിരുന്നു റസൂലുള്ളാഹി. രാവിലെ മാത്രമല്ല, നമ്മളെല്ലാവരും പല്ല് തേക്കണവരാണ്, പക്ഷെ എപ്പോ? രാവിലെ മാത്രം, അല്ലേ? ശരിയല്ലേ? എന്നാ നബി എപ്പോഴാ പല്ലിച്ച്? വീട്ടിൽ എപ്പോഴൊക്കെ നമ്മൾ നേരെ കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞ് നേരെ വീട്ടിൽ ചെല്ലുമ്പോൾ ഇതെല്ലാം നമ്മൾ ഇങ്ങനെ കേട്ട് ഇങ്ങനെ വിടരുത്. അല്ലാഹുവിനെ ഓർത്തിട്ട് ഇങ്ങനെ കേട്ട് ഇങ്ങനെ വിടരുത്. എല്ലാം കേട്ട് നമ്മുടെ കൽബിൽ വെക്കണം. എന്നിട്ട് എത്രത്തോളം ഈ പ്രവാചകന്റെ സുന്നത്തുകൾ, പ്രവാചകന്റെ ചര്യകൾ ചെയ്യാൻ നമുക്ക് സാധിക്കുന്നു അത്രത്തോളം നമ്മളത് ചെയ്യണം. ചെയ്യോ? എല്ലാവരും ചെയ്യോ? ഇൻഷാ അല്ലാഹ് പറയാം. എല്ലാവരും ചെയ്യോ? വീട്ടിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ആദ്യം റസൂലുള്ളാഹി, ഇതൊന്നും ആരും ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് വേറെ കൂടിയിട്ട് സാധാരണ സുന്നത്ത് പോലെ മാത്രമല്ല. ഇത് എന്റെ സുന്നത്ത് ഇല്ലാതാകുന്ന ഒരു സമയത്ത് ആ സുന്നത്തിനെ ജീവിപ്പിക്കുന്ന ആളുകൾ, അവരുടെ മുഹ്യിസ്സുന്ന എന്ന് പറയും. മുഹ്യിസ്സുന്ന, മുഹ്യിദ്ദീൻ എന്ന് പറയുന്നത് ദീനിനെ ജീവിപ്പിച്ച ആൾ എന്നാണ്. സുന്നത്തിനെ ജീവിപ്പിക്കുന്ന ആളുകൾ, സുന്നത്തുകൾ ഇല്ലാതാകുന്ന സമയത്ത് ആ സുന്നത്തുകൾ രണ്ടാമത് കൊണ്ടുവരുന്ന ആളുകൾ, വലിയ പ്രതിഫലമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. പല്ല് തേക്കുക വീട്ടിൽ കയറുമ്പോൾ. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു തരുന്ന മറ്റൊരു ഹദീസ്, കാന സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ അകല തുആമ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷണം കഴിച്ചാൽ അകല മിമ്മാ യലീഹി, തന്റെ അടുത്തുള്ളത് നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നമ്മൾ പ്ലേറ്റിലാണെന്നുണ്ടെങ്കിലും, നമ്മൾ നോമ്പുറക്കുന്ന സ്ഥലത്താണെങ്കിലും ഈ സുന്നത്തെല്ലാം നമ്മുടെ ദൃഷ്ടിയിൽ, നമ്മുടെ ചിന്തയിൽ ഉണ്ടാകണം. എന്നിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈയിട്ട് മാന്താതെ എന്താ ചെയ്യേണ്ടത്? മിമ്മാ യലീഹി, എന്റെ അടുത്തുള്ളതിൽ നിന്ന് പോകാം. എന്റെ അടുത്തുള്ളതിൽ ഇതൊക്കെ ഒരു ടേബിൾ മാനേഴ്സ് ആണ്. ടേബിൾ മാനേഴ്സ് എന്നുള്ളത് നമ്മളെ മക്കളെയൊക്കെ നമ്മൾ അങ്ങനെ വളർത്തണം. എണീറ്റിട്ട് അവിടെ നിന്ന് മാറ്റുക എന്നുള്ളതില്ല. അതൊക്കെ ഒരു മര്യാദയും അതവും അല്ലാഹ് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ പഠിപ്പിക്കാനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നത്. ഇതൊക്കെ പഠിപ്പിക്കാനല്ലേ പള്ളിയും സംഘടനയും മദ്രസയും പ്രസ്ഥാനങ്ങളെല്ലാം റസൂലുള്ളാഹിനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. റസൂലുള്ളാഹിന്റെ സുന്നത്ത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. മിമ്മാ യലീഹി, അകല മിമ്മാ യലീഹി, അടുത്തു നിന്ന് കഴിക്കണം, തന്റെ ഏറ്റവും അടുത്തു നിന്ന് കഴിക്കണം. ജാബിർ ഇബ്നു സമുറ റളിയല്ലാഹു അൻഹു ഖാന, ജാബിർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖാന സല്ലല്ലാഹു, ജാബിർ ഒരുപാട് ജാബിർ ഉണ്ട്. ഇത് ജാബിർ ഇബ്നു സമുറ, അദ്ദേഹം ഖാന സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരുന്നു. ലാ യൽഹഖു ഇല്ലാ തബസ്സുമ, ലാ യൽഹഖു ഇല്ലാ തബസ്സുമ, നബി പുഞ്ചിരിക്കുകയല്ലാതെ പൊട്ടിച്ചിരിക്കുകയില്ല. നബി ലാ യൽഹഖു, പൊട്ടിച്ചിരിക്കുകയില്ല. അല്ലാത്തൊരു ചിരി ഉണ്ടല്ലോ, അതില്ല നബിക്ക്. നബി എന്ത് ചെയ്യലുള്ളൂ? തബസ്സുമ, പുഞ്ചിരിയാണ്. പുഞ്ചിരി എന്നാണ് മനസ്സിലായല്ലോ. പൊട്ടിച്ചിരി അത് സംസ്കാരം, അത് പേഴ്സണാലിറ്റിയാണ്. അതല്ല
വല്ലാതെ കുലുങ്ങിച്ചിരിക്കാതിരിക്കുക. സ്ത്രീകളൊക്കെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം, വല്ലാതെ കുലുങ്ങിച്ചിരിക്കാതിരിക്കുക. പേഴ്സണാണ് പുഞ്ചിരിക്കുക എന്നത് പേഴ്സണാലിറ്റിയാണ്. റസൂലുള്ളാഹ് അതായിരുന്നു ചെയ്തിരുന്നത്. ഇതിപ്പോ കുട്ടികൾക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം പറഞ്ഞു കേട്ടോ, കുട്ടികൾക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം പറഞ്ഞു. കാന സല്ലല്ലാഹു അലൈഹി വസല്ലം യുഹിബ്ബു അൽ ഹൽവാ വൽ അസൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മധുര പലഹാരങ്ങളും തേനും കുറെ ഇഷ്ടപ്പെട്ടിരുന്നു. അപ്പൊ നബിക്ക് മിഠായികളും സ്വീറ്റ്സും തേനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെട്ടിരുന്നു. ഇപ്പൊ അച്ഛനോട് പറയാം, മിഠായി മേടിക്കാൻ പാപ്പമാരോട് കുട്ടികൾ പറയുമ്പോൾ പരമാവധി അതെന്ത് ചെയ്യാം, മുടക്കേണ്ടതില്ല, പരമാവധി മുടക്കേണ്ടതില്ല. അതേപോലെ തന്നെ നമ്മളും അത് ഇഷ്ടപ്പെടുക, മധുരത്തെ കൂടുതൽ ഇഷ്ടപ്പെടുക, മധുര പദാർത്ഥങ്ങളെ കൂടുതൽ ഇഷ്ടപ്പെടുക. ഷുഗർ ഉള്ളവരല്ല, അതല്ലാത്ത സാധാരണക്കാരായ അതില്ലാത്തതൊക്കെ നോക്കിയും കണ്ടു. അതേപോലെ തന്നെ തേന് റസൂലുള്ളാഹിക്ക് ഇഷ്ടമായിരുന്നു. നമ്മുടെ വീട്ടിൽ തേനുണ്ടോ? തേന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിത്യഭക്ഷണത്തിൽപ്പെട്ടതായിരുന്നു തേന് എന്നുള്ളത്. അത് വീട്ടിൽ എപ്പോഴും ഉണ്ടാവും, സ്റ്റോക്ക് ഉണ്ടാവണം. പ്രത്യേക പ്രവാചകന്റെ ചര്യ, പ്രവാചകന്റെ ഭക്ഷണക്രമത്തിൽപ്പെട്ട കാര്യമാണ് തേന് എന്നുള്ളത്. അത് ശിഫയാണ് എന്ന് വിശുദ്ധമായ ഖുർആൻ പറഞ്ഞ കാര്യം കൂടിയാണ്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞു തരുന്ന അടുത്ത ഹദീസിൽ അദ്ദേഹം പറഞ്ഞു, ഇതൊരു സമീപനമാണ് കേട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു സമീപനം കൊണ്ട് അദ്ദേഹത്തിന് തോന്നിയ ഒരു കൃത്യമായ ഒരു അനുഭവമാണ്. അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, വലാ മസിസ്തു ദീബാജതൻ വലാ ഹരീറതൻ. ദീബാജ്, ഹരീർ എന്ന് പറഞ്ഞാൽ പട്ടുകളാണ്, രണ്ട് തരത്തിലുള്ള പട്ടുകളാണ്. അത് നേർത്ത പട്ട്, കനത്തിലുള്ള പട്ട്, നല്ല കട്ടിയുള്ള പട്ട് ഒക്കെയാണ്. ഞാൻ ഒരു പട്ട് എന്ന് വളരെ സോഫ്റ്റാണ്, വളരെ സോഫ്റ്റാണ് പട്ട് വസ്ത്രം എന്നുള്ളത്. അനുസൃതം പറഞ്ഞ ഞാൻ ഒരു പട്ട് വസ്ത്രവും തടവിയിട്ടില്ല, സ്പർശിച്ചിട്ടില്ല. റസൂലുള്ളാഹിന്റെ കയ്യിനേക്കാൾ സോഫ്റ്റായ ഒരു പട്ടും ഞാൻ തൊട്ടിട്ടില്ല. റസൂലുള്ളാഹിന്റെ കയ്യിനേക്കാൾ സോഫ്റ്റായ, അത്രയും നിർമ്മലമായ ഒരു പട്ടു പോലും ഞാൻ തൊട്ടിട്ട്. ഇതൊക്കെ എന്തുകൊണ്ട് പറയും? ആ പ്രവാചകനോടുള്ള ഇഷ്ടം, ആ പ്രവാചകനിൽ നിന്ന് അനുഭവിച്ച മധുരതരമായ അനുഭവങ്ങൾ. സഹോദരങ്ങളെ, നമ്മളെയൊക്കെ കൈപിടിച്ചിട്ടോ നമ്മുടെ സാന്നിധ്യം കൊണ്ടോ ഒരാൾ ഇങ്ങനെ പറയും, എത്ര നല്ല മനുഷ്യനാണത്, അദ്ദേഹത്തോളം സോഫ്റ്റായ ഒരു മനുഷ്യനെ, ഇത്ര നല്ല മനുഷ്യനെ, ഇത്ര നന്നായിട്ട് പെരുമാറാനറിയുന്ന മനുഷ്യനെ എനിക്ക് കണ്ടിട്ടില്ല. എത്ര നല്ല മനുഷ്യൻ, അദ്ദേഹത്തിന്റെ കൈ പോലെ സോഫ്റ്റായ ഒരു കൈ. അത് കൈയിന്റെ സോഫ്റ്റല്ല, കൽബിന്റെ സോഫ്റ്റാണത്. കൈ ചിലപ്പോ പരുക്കനായിരിക്കും, കൈ പരുക്കനായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈ പരുക്കനായിരുന്നു. കാരണം റസൂലുള്ളാഹി വെറുതെ ഇരിക്കുന്ന ആളല്ല, എല്ലാ കഠിനമായ പ്രവർത്തനങ്ങളും ചെയ്തിരുന്ന ആളാണ്, ജോലികൾ ചെയ്തിരുന്ന ആളാണ്. പുറത്ത് കുറെ ജോലി ചെയ്ത്, പള്ളിയുടെ ജോലിയും ബാത്റൂം ക്ലീനിങ്ങും, അതേപോലെ വഴി വൃത്തിയാക്കലും, അതേപോലെ തന്നെ ഹന്തക്ക് വെട്ടലും, മരം വെട്ടി വിറക് വെട്ടിക്കൊണ്ടുവരലും, ഇതെല്ലാം കഴിഞ്ഞിട്ട് വീട്ടിൽ ചെല്ലുമ്പോൾ വീട്ടില് പത്തിരി വരുത്തലും, അതേപോലെ തന്നെ ചൂലെടുത്ത് വീട് വൃത്തിയാക്കലും, ഇതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രീതി. അടുത്ത ആൾക്കാരെ കൈ ഇങ്ങനെ. പക്ഷേ അനസ് റളിയല്ലാഹു അൻഹു പറയുന്നത് റസൂലുള്ളാഹിന്റെ കൽബിന്റെ മണവും കൽബിന്റെ സ്പർശനവുമാണ്. അത്ര സോഫ്റ്റ് ആയിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജാബിർ ബിൻ സമുറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന മറ്റൊരു ഹദീസിൽ കാന സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് നമ്മുടെ പുരുഷന്മാരും ആണുങ്ങളും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാന സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരുന്നു കസീറ ശഅരി ലിഹ്യ, ധാരാളം താടി ഉണ്ടായിരുന്നു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കസീറ ശഅരി ലിഹ്യ, ലിഹ്യത്തിന് ഒരുപാട് രോമങ്ങളുള്ള വലിയ നല്ല താടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടായിരുന്നു എന്ന് ജാബിർ ഇബ്നു സമുറ റളിയല്ലാഹു. നമുക്ക് വേണ്ട മനുഷ്യന്മാരെ
താടി എന്ന് പറയുന്ന ചര്യ എന്നുള്ളത് അത് എല്ലാ പ്രവാചകന്മാരുടെയും ചര്യയാണ് എന്നാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാത്രമല്ല, എല്ലാ പ്രവാചകന്മാർക്കും ഉണ്ടായിരുന്ന കാര്യമാണ് താടി എന്നുള്ളത്. എല്ലാ സ്വഹാബിമാർക്കും ഉണ്ടായിരുന്ന കാര്യമായിരുന്നു താടി എന്നുള്ളത്. ഒരു 10-5 കൊല്ലം മുമ്പ് നമ്മൾ സലഫികൾ എന്ന് പറഞ്ഞാൽ കണ്ടു കഴിഞ്ഞാൽ ഒരു താടിയൊക്കെ കാണുമായിരുന്നു. പക്ഷെ ഇപ്പൊ എന്തോ അത് കാണുന്നില്ല, കാര്യമായിട്ട് പല ആളുകളിലും കാണാനില്ല. എന്താണ് അതിന്റെ കാര്യം എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. നമ്മൾ എവിടെ വെറുതിരുന്നാലും കുലുകിക്കൊണ്ടിരിക്കുന്ന സാധനമാണ് താടി. ഇത് മാറ്റാൻ പറ്റില്ലല്ലോ. നമ്മൾ ഇരിക്കുമ്പോൾ, കിടക്കുമ്പോഴും, നടക്കുമ്പോഴും, ഉറങ്ങുമ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാകുന്നതാണ് എന്ത്? താടി എന്നുള്ളത്. അപ്പൊ നമ്മൾ ഉറങ്ങിയാലും കൂലി, ഇരുന്നാലും കൂലി, നടന്നാലും കൂലി, എവിടെ പോകുമ്പോഴും നമ്മൾ ഈ സുന്നത്തുമായിട്ടാണ് നമ്മൾ പോയിക്കൊണ്ടേയിരിക്കുന്നത്. അതിനെല്ലാം നമുക്ക് പ്രതിഫലങ്ങൾ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ സ്നേഹിക്കണം മനുഷ്യന്മാരെ. റസൂലുള്ളാഹിന്റെ ചര്യയെ സ്നേഹിക്കാൻ നമുക്ക് സാധിക്കണം മനുഷ്യന്മാരെ. ആളുകളെ നമ്മൾ നോക്കണ്ട, വീട്ടുകാരെ, കൂട്ടുകാരെ, മുതലാളിനെ, തൊഴിലാളിനെ നമ്മൾ നോക്കണ്ട, അവരുടെ കമന്റുകൾ നമ്മൾ കേട്ട് പാസ്സാക്കണ്ട. നമ്മൾ അള്ളാനെയും അള്ളാന്റെ റസൂലുള്ളാഹിന്റെ ചര്യനെയും നമ്മൾ നോക്കിയാൽ മതി. അള്ളാന്റെ പൊരുത്തം കിട്ടുന്ന വഴി നമ്മൾ അന്വേഷിച്ചാൽ മതി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമുക്ക് നാളെ കാണാനുള്ളതല്ലേ? നാളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് ശഫാഅത്ത് ചെയ്യാനുള്ളതല്ലേ? ഖിയാമത്ത് നാളിൽ നമുക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യൂലേ? അപ്പൊ നബിനെ നോക്കുമ്പോ നോക്കുമ്പോ തന്നെ പ്രവാചകന്റെ ചര്യക്ക് എതിരായി പഠിച്ചൊരു മുഖം, വെട്ടിക്കളഞ്ഞൊരു മുഖം കാണുന്നത് നമുക്ക് വിഷമാവുന്നുണ്ടോ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒറ്റ നോട്ടത്തിൽ തന്നെ പ്രവാചകന്റെ ചര്യയെ, അത് ഗൗരവതരമായ ചര്യയെ, എത്രയോ കഠിനമായ വാക്കുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ താടിയെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ എന്തുകൊണ്ട് വേണ്ടാന്ന് വെക്കുന്നു? എന്തുകൊണ്ട് അതിനെ മാറ്റി നിർത്താൻ എന്താണ് കാരണം? സമൂഹം കളിയാക്കുമോ? സമൂഹം പരിഹസിക്കുമോ? സമൂഹം ഒറ്റപ്പെടുത്തുമോ? എന്നൊക്കെ സമൂഹം ഒറ്റപ്പെടുത്തിക്കോട്ടെ മനുഷ്യന്മാരെ, സമൂഹം കളിയാക്കിക്കോട്ടെ മനുഷ്യന്മാരെ. സമൂഹം നമ്മുടെ കൂടെ നാളെ ഖബറിൽ വന്ന് കിടക്കോ? നാളെ നമുക്ക് വേറെ നരകത്തിൽ ഈ പറഞ്ഞ ആളുകൾ, സിനിമാ നടന്മാരും നടിമാരും അതുപോലുള്ള ആളുകളും ഇസ്ലാമിന്റെ ചര്യകളെ പരിഹസിക്കുന്ന ആളുകൾ നമ്മുടെ കുറ്റങ്ങൾ അവർ ഏറ്റെടുക്കോ? ഇന്ന് നമ്മളെ കളിയാക്കും. പക്ഷെ നാളെ അവര് കളിയാക്കുന്നത് കണ്ട് നമ്മൾ ഉപേക്ഷിച്ച ചര്യകൾ നമ്മളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുമ്പോൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണുമ്പോൾ, സ്വഹാബിമാരെ കാണുമ്പോൾ നമ്മുടെ രീതി എന്താണ് നമ്മൾ ആലോചിക്കണം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. കാന സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, 12 ഹദീസ് പറഞ്ഞു, 13ാമത്തെ ഹദീസാണ്. ഒന്നും മറന്നു പോകരുത്. കാന സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഹബ്ബ ശറാബി ഇലൈഹി, നബിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാനീയം എന്നുള്ളത് അൽ ഹുൽബുൽ ബാരിദ്, തണുത്ത മധുരമുള്ള പാനീയം. തണുത്ത മധുരമുള്ള പാനീയം. അപ്പോ ഇതൊക്കെ നമുക്ക് കുടിക്കുന്നു, നമ്മൾ സർവത്ത് കുടിക്കുന്നു, നാരങ്ങ കുടിക്കുന്നു, ജ്യൂസ് കുടിക്കുന്നു, എല്ലാം കുടിക്കുന്നു. പക്ഷെ നമ്മൾ ആ ഒരു സുന്നത്ത് എന്ന നിലക്കല്ല ചെയ്യുന്നത്. നമ്മുടെ ദാഹം മാറ്റാൻ വേണ്ടിയിട്ട്, നമ്മുടെ ആസ്വാദനത്തിന് വേണ്ടിയിട്ട്, നമ്മുടെ നാവിന്റെ മധുരത്തിന് വേണ്ടിയിട്ടൊക്കെ. പക്ഷെ ഇതൊക്കെ കുടിക്കുമ്പോൾ ഇതെന്റെ റസൂൽ ഇഷ്ടപ്പെട്ട പാനീയമാണ് എന്ന ആ നെയ്യത്തോട് കുടിപ്പിച്ചു. നമ്മൾ എവിടെ നിന്ന് നോമ്പുറക്കുമ്പോഴായാലും അല്ലാത്തപ്പോഴായാലും മധുരമുള്ള പാനീയങ്ങൾ നമ്മൾ കുടിക്കുന്ന സമയത്ത് ഇത് എന്റെ റസൂലിന്റെ ചര്യയാണ്, എന്റെ റസൂൽ ഇഷ്ടപ്പെട്ടതാണ് എന്ന കൽവിൽ ആ റസൂലുള്ളാഹിനെ അവിടെ കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചാൽ വലിയ മാറ്റമായിരിക്കും സഹോദരങ്ങളെ. അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുള്ളൂ. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരു കാര്യം, ഒരു വിവരം, റസൂലുള്ളാഹിനെ പറ്റി നമുക്ക് അറിയേണ്ട ഒരു വിവരം. കാന സല്ലല്ലാഹു അലൈഹി വസല്ലം ശൈബുഹു നഹവ 20 ശഅറ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തലയിൽ 20 മുടി നരച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് ആലോചിക്കുക, സഹാബിമാര് എന്തൊക്കെയാണ് നബിന്റെ നോക്കി വെച്ചേക്കുന്നത് എന്ന് ആലോചിക്കുക. നബിന്റെ തലയിൽ എത്ര മുടി നരച്ചിട്ടുണ്ട് എന്ന് പോലും സഹാബിമാർ നോക്കി വെച്ചിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂലിനെ അവർ എത്രത്തോളം പരിഗണിക്കുകയും സ്നേഹിക്കുകയും ഹൃദയത്തിൽ ചേർക്കുകയും ചെയ്തിട്ടുണ്ടാകും എന്ന് ആലോചിക്കുക. 20 മുടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തലയിൽ നരച്ചിട്ടുണ്ടായിരുന്നു എന്ന് അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്.
കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു കഅബ് റളിയല്ലാഹു അൻഹു പറയുക, ഇത് നേരത്തെ അനസ് റളിയല്ലാഹു അൻഹു കയ്യിന്റെ ആ സോഫ്റ്റിനെ പറ്റി പറഞ്ഞ പോലത്തെ ഒരു വാക്കാണ്. കാന സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ സുറ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് സന്തോഷം ഉണ്ടായി കഴിഞ്ഞാൽ, നബിക്ക് സന്തോഷം വന്നു കഴിഞ്ഞാൽ ഇസ്തനാറ വജ്ഹുഹു, നബിയുടെ മുഖം പ്രശോഭിക്കുമായിരുന്നു. കഅന്നഹു ഖിത്അതു ഖമർ, ചന്ദ്രന്റെ ഒരു കഷണം പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം തിളങ്ങുമായിരുന്നു, പ്രശോഭിക്കുമായിരുന്നു, വെട്ടം വെക്കുമായിരുന്നു എന്ന് കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്. ഇതെല്ലാം അറ്റാച്ച്മെന്റ് ആണ്. ആ മനുഷ്യനുമായുള്ള, മഹാമനുഷ്യനുമായുള്ള സ്വഹാബിമാരുടെ ഹൃദയബന്ധമാണ്. ഓരോ ചലനങ്ങളും ഓരോ മുഖഭാവങ്ങൾ പോലും ഒപ്പിയെടുത്ത് അത് നമുക്ക് പറഞ്ഞു തരികയാണ്. പ്രവാചകനെ സ്നേഹിക്കുന്ന ആളുകൾക്ക് ഇതൊക്കെ വലിയ ബർക്കത്തുള്ള കാര്യവും. ഇതിലൊന്നുമില്ലെങ്കിലും നമുക്കിതൊക്കെ പറയാൻ പറ്റിയല്ലോ മനുഷ്യന്മാരെ. അള്ളാഹുവിന്റെ റസൂലിനെ പറ്റി നമുക്ക് പറയാൻ പറ്റിയല്ലോ, നമുക്കത് കേൾക്കാൻ പറ്റിയല്ലോ. ഈ അന്തരീക്ഷത്തിൽ ഈ ഹദീസുകൾ പറഞ്ഞു, അത് ഇവിടെ രേഖപ്പെടുത്തപ്പെട്ട് കഴിഞ്ഞു. അത് നാളെ തിരിച്ചെടുക്കപ്പെടും. അത് നാളെ ഈ ഭൂമി സംസാരിക്കുന്ന സമയത്ത് ഇവിടെ വെച്ച് അള്ളാഹുവിന്റെ റസൂലിനെ പറ്റി ഇന്ന വർത്തമാനങ്ങൾ, അള്ളാഹു പൊരുത്തപ്പെടുന്ന വർത്തമാനങ്ങൾ പറഞ്ഞു എന്ന് ഈ പള്ളിയുടെ ചുമരുകൾ നാളെ സാക്ഷിയാക്കപ്പെടുന്നു. ഇനി ഒന്ന് റസൂലുള്ളാഹി പറഞ്ഞില്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ സ്വല്ല അലൈഹി സ്വലാത്തൻ വാഹിദതൻ, എൻ്റെ മേൽ ആരെങ്കിലും ഒരു സ്വലാത്ത് ചൊല്ലിയാൽ, ഒറ്റ സ്വലാത്ത് എൻ്റെ മേൽ ആരെങ്കിലും ചൊല്ലിയാൽ, സ്വല്ലല്ലാഹു അലൈഹി അശറ സ്വലവാത്ത്, അല്ലാഹു സുബ്ഹാനഹു വ തആല 10 അനുഗ്രഹങ്ങൾ അയാൾക്ക് നൽകും. ഒറ്റ സ്വലാത്ത് ചൊല്ലിയാൽ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്, ഒരു സ്വലാത്തിന്റെ ഒരു ഭാഗമാണ്. ഒരു സ്വലാത്ത് എന്ന്, ഒരു പ്രാർത്ഥന എന്ന് പറയാൻ കഴിയുന്ന അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്, അല്ലെങ്കിൽ പൂർണ്ണമായി ഇങ്ങനെ ഇതിലേതെങ്കിലും ഒന്ന് ആ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ 10 അനുഗ്രഹങ്ങൾ അല്ലാഹു അയാൾക്ക് നൽകും. അത് മാത്രമല്ല അയാൾ മുമ്പ് ചെയ്തു പോയ 10 പാപങ്ങൾ മായ്ച്ചളയുന്നു. നമ്മുടെ റെക്കോർഡിൽ നിന്ന് ഒരു പ്രാവശ്യം ഒറ്റ സ്വലാത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ചൊല്ലിയ 10 പാപങ്ങൾ മായ്ച്ചു കളയും. അത് മാത്രമല്ല 3 വറഫിഅതു ലഹു 10 ദറജാത്ത്, 10 ദറജകൾ അല്ലാഹു തആല അയാളെ ഉയർത്തും. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. പരമാവധി സ്വലാത്ത് ചൊല്ലാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേൾക്കുമ്പോഴും അല്ലാത്തപ്പോഴും എല്ലായ്പ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നമ്മൾ ഇങ്ങനെ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടേയിരിക്കുക. എത്രത്തോളം നമുക്കത് ചെല്ലാനായിട്ട് സാധിക്കുമോ അത്രത്തോളം നമുക്കത് ചെല്ലുക. പറയുന്ന ഹദീസാണ് എടുത്തത്, 18ാമത്തെ ഹദീസാണ്. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇദാ അഫ്തറ, ഇപ്പോ നമുക്ക് ചെയ്യാനുള്ളത് ഇദാ അഫ്തറ, നോമ്പ് തുറന്നാൽ കാല നബി പറയും ദഹബല്ലാഹു വബതല്ലത്തിൽ ഉറൂഖു വഫബതൽ അജ്റു ഇൻഷാഅല്ലാഹ്. നബി നോമ്പ് തുറക്കുമ്പോൾ ഇത് പറയും ദഹബല്ലാഹു വബതല്ലത്തിൽ ഉറൂഖു വഫബതൽ അജ്റു ഇൻഷാഅല്ലാഹ് എന്നത് പറയും. ദശറഹിലെ പണ്ഡിതന്മാർ പറയുന്നു ലാ തൻസ അൻ തഖൂല ഹാദ ദുആ ഇൻദ ഇഫ്താരിക, നീ നോമ്പ് തുറക്കുന്ന സമയത്ത് ഈ ദുആ പറയാൻ നീ മറക്കല്ലേ. വഹ്തിദാഅ ബിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുടരലാണ്, പ്രവാചകനെ അനുഗമിക്കലാണ്. 2 കാര്യങ്ങൾ നിനക്ക് ഇതിലൂടെ കിട്ടും. ലിയർസുഖല്ലാഹുൽ ബറക ഫീ തുആമിക, നിന്റെ ആ ഭക്ഷണത്തിൽ അല്ലാഹു തആല ബറക്കത്ത് നൽകും. ആ ഭക്ഷണത്തിൽ ബറക്കത്ത് ഉണ്ടാകും. ഒന്ന്. രണ്ടാമത്തേത് വൽ അജ്റു ബിതത്ബീഖി സുന്നത്തി നബിയിക, പ്രവാചകന്റെ സുന്നത്ത് അത് സ്വീകരിച്ചതിന്, അത് ചെയ്തതിന് നിനക്ക് അല്ലാഹുവിന്റെ അടുക്കൽ പ്രതിഫലം ലഭിക്കുകയും ചെയ്യും.
ഒരു കാര്യത്തിന് പ്രതിഫലം കിട്ടുള്ളൂ. പ്രവാചകൻ ചെയ്തതുപോലെ ചെയ്യുന്നതിന് മാത്രമേ പ്രതിഫലം. ഒരു അമലിനും കൂലിയില്ല, ഒരു ഇബാദത്തിനും കൂലിയില്ല, ഒരു ആരാധനക്കും കൂലിയില്ല. പ്രവാചകൻ ചെയ്തതിനൊഴികെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അല്ലാഹ് ഇഷ്ടപ്പെട്ട ഹദിയാണത്. അല്ലാഹ് മനുഷ്യരെ സൃഷ്ടിച്ചിട്ട് ഇങ്ങനെ വിട്ടിട്ടില്ല, നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തോട്ടോ എന്നിങ്ങനെ അല്ലാഹ് വിട്ടിട്ടില്ല. എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്, നിങ്ങൾ എങ്ങനെയൊക്കെ തിന്നാൽ, എങ്ങനെയൊക്കെ ഭക്ഷണം കഴിച്ചാൽ, കൊടുത്താൽ, സംസാരിച്ചാൽ, ഇരുന്നാൽ, കിടന്നാൽ, കൊടുത്താൽ, വീട്ടിൽ കയറിയാൽ, ഭാര്യയോട്, മക്കളോട്, ഉമ്മയോട്, ഭർത്താവിനോട് എങ്ങനെയൊക്കെ ഡീലിംഗ് ചെയ്താലാണ് അല്ലാഹ് ഇഷ്ടപ്പെടുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അയച്ചുകൊണ്ട് സമ്പൂർണ്ണമായ മാതൃക സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്ന മറ്റൊരു ഹദീസിൽ ഇത് ചെറിയ വാക്കാണ്, കേട്ടിട്ടുള്ള വാക്കാണ്. കാന ഖുൽഖുഹു ഖുർആൻ, കാന ഖുൽഖുഹു ഖുർആൻ. പ്രവാചകന്റെ സ്വഭാവം അതെന്തായിരുന്നു? ഖുർആനായിരുന്നു. ഖുർആൻ സ്വഭാവമായി മാറണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഖുർആനുമായി ബന്ധം വേണം. നിരന്തരമായി ഖുർആൻ ഓതിക്കൊണ്ടേയിരിക്കണം. അത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും ലാസ്റ്റ് അത് 40 ദിവസത്തിനുള്ളിൽ ഓതണം, അല്ലെങ്കിൽ ഒരു മാസം 30 ദിവസം, അല്ലെങ്കിൽ 15, അല്ലെങ്കിൽ 7. സ്വഹാബിമാരിൽ ഭൂരിപക്ഷവും അങ്ങനെയായിരുന്നു. 7 ദിവസമായിരുന്നു അവരുടെ കണക്ക്. ഖുർആൻ ഖത്തം തീർക്കാൻ 7 ദിവസത്തിനുള്ളിൽ ഖുർആൻ കറങ്ങി വരും. 7 കുറഞ്ഞ 3 ദിവസം കൊണ്ട് ഖത്തം തീർത്ത സ്വഹാബിമാരും സലഫുകളുണ്ടായിരുന്നു. 3 ദിവസം കൊണ്ട് ഖത്തം തീർക്കാൻ ഒരു ദിവസം 10 ജുസ്, അഥവാ നിസ്കാരത്തിന് ശേഷം 2 ജുസ് ഇരുന്ന് ഓതിയാൽ ഒരു ദിവസം 10 ജുസ് ഓതാൻ പറ്റും. നിസ്കാരത്തിന് ശേഷം ഒരു ദിവസം 1 ജുസ് ഓതിയാൽ, ഒരു ദിവസം 1 ജുസ് ഓതിയാൽ റമദാൻ പൂർത്തിയാകുന്നതിന് മുമ്പ്, ഒരു മാസം പൂർത്തിയാകുന്നതിന് മുമ്പ് 30 ജുസ് തീർക്കാനായിട്ട് പറ്റും. നമ്മുടെ ഒരു കണക്കുണ്ടാവണം. നമുക്ക് ഇഷ്ടമുള്ള സമയത്ത്, നമുക്ക് സൗകര്യം കിട്ടുന്ന സമയത്ത് അല്ല. നമ്മൾ ജീവിക്കുന്നത് ഖുർആന് വേണ്ടിയാണ്. ആ ഖുർആനിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം ഉള്ളത്. നമ്മുടെ ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും ഖുർആനുമായി നമുക്ക് ബന്ധമുണ്ടെങ്കിൽ ആ ഘട്ടങ്ങളിൽ ഖുർആൻ നമ്മളെ വന്ന് ഉപദേശിക്കും. ഇന്ന വഴി പോയിക്കോളൂ, ഇന്ന വഴി പോയിക്കോളൂ, ഇന്നത് പറഞ്ഞോളൂ, ഇന്നത് പറയരുത്, ഇന്ന നിലപാടെടുത്തോളൂ എന്ന്. അതിന് ഖുർആനുമായിട്ട് ബന്ധം വേണം. കാരണം ഖുർആൻ. മറ്റൊരു ഹദീസ് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത് നമുക്ക് ചെയ്യേണ്ട കാര്യമാണ്. ചിലപ്പോൾ ചിലർ ചെയ്യുന്നുണ്ടാകും, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. കാന സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ആവാ ഇലാ ഫിറാശിഹി കുല്ല ലൈല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഉറക്കറയിലേക്ക് വന്ന കുട്ടികൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കുറെ കുട്ടികളൊന്നും കാണില്ലല്ലോ, എവിടെ പോയി? ഒരു മുമ്പൊക്കെ സമയമായിട്ടില്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ആവാ ഇലാ ഫിറാശിഹി, തന്റെ ഫിറാശിലേക്ക് ചെന്നാൽ, ഉറക്കറയിലേക്ക് ഉറങ്ങുന്നതിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്നാൽ ജമഅ കഫൈഹി, കൈകൾ ഇങ്ങനെ ചേർത്ത് വെക്കും. ജമഅ കഫൈഹി, കൈകൾ ഇങ്ങനെ ചേർത്ത് വെക്കും. സുമ്മ നഫസ ഫീഹിമാ, പിന്നീട് അതിലേക്ക് ഊതും. അതിലേക്ക് ആ ചേർത്ത് വെച്ച കൈകളിലേക്ക് ഊതും. ഫഖറഅ ഫീഹിമാ, എന്നിട്ട് അതിലേക്ക് ഓതും. ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. ഈ 3 സൂറത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കൈകളിലേക്ക് ഓതും. പിന്നീട് ആ കൈകൾ കൊണ്ട് മുഖത്തിൽ നിന്ന് തലയിൽ നിന്ന് തുടങ്ങി ശരീരം മുഴുവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തടവും. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഫ്അലു ദാലിക 3 പ്രാവശ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് ചെയ്യും. ഇതൊക്കെ ജീവിതത്തെ മാറ്റിപ്പണിയുന്ന, ജീവിതത്തെ ധന്യമാക്കുന്ന, ജീവിതത്തെ അല്ലാഹുവിന്റെ പൊരുത്തത്തിലാക്കുന്ന മഹത്തായ ചര്യകളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളാൻ, അത് സ്വീകരിക്കാൻ, സ്വാംശീകരിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. സമയ 2-3 കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാന്ന് തോന്നുന്നില്ല. ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ തുആമിന്റെ സമയത്ത് മാത്രം നബി പറയുന്ന ചില കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഒന്ന്, കാന സല്ലല്ലാഹു അലൈഹി വസല്ലം യുസമ്മില്ലാഹ ഖബ്ല തുആമിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് അല്ലാഹുവിന്റെ നാമം പറയും, ബിസ്മില്ലാഹ് എന്ന് പറയും. ഭക്ഷണം കഴിക്കുമ്പോൾ ചെറുതായാലും വലുതായാലും, പള്ളിയിലായാലും വീട്ടിലായാലും എവിടെയായാലും. 2, കാന സല്ലല്ലാഹു അലൈഹി വസല്ലം യഗ്സിലു യദൈഹി ഖബ്ല തുആമിഹി.
ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ കൈകൾ കഴുകുമായിരുന്നു. 3 കാന സല്ലല്ലാഹു അലൈഹി വസല്ലം യഖറഉ അയ്യഅകുല വഹ്ദഹു. ഒറ്റക്ക് തിന്നാൻ നബിക്ക് ഇഷ്ടമായിരുന്നില്ല. ഒറ്റക്ക് പോയി തിന്നാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇഷ്ടമായിരുന്നില്ല. തിന്നണ്ടെന്നല്ല, തിന്നാം, പക്ഷെ കൂട്ടമായിട്ട് തിന്നുന്നതാണ് നല്ലത്, പ്രതിഫലം കിട്ടുന്ന കാര്യം. 4-ാമത്തത് കാന സല്ലല്ലാഹു അലൈഹി വസല്ലം യഅകുലു ഇല്ലാ ബിയമീനിഹി ലാ യഅകുലു ഇല്ലാ ബിയമീനിഹി. വലത് കൈകൊണ്ടല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷണം കഴിച്ചിട്ടില്ല. വെള്ളം കുടിക്കുന്നതും എല്ലാം വലതേ കൈകൊണ്ട് തയമ്മം വലത് ഭാഗത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിരുന്നു. 5 കാന സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യുഈബു തുആമൻ. ഒരു ഭക്ഷണത്തെയും നബി ഐബ് പറഞ്ഞിരുന്നില്ല. ഒരു കുറ്റവും, ഭക്ഷണത്തിന് ഒരു കുറ്റം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല. ഉപ്പില്ല, മുളകില്ല, കൂടിപ്പോയി, കുറഞ്ഞുപോയി, അതായി ഇതായി ഒന്നും. ഇതൊക്കെ മഹത്തായ ചര്യകളാണ്. കുടുംബ പ്രശ്നങ്ങൾ ഇല്ലാതാക്കുന്ന വലിയ കാര്യങ്ങളാണ്. ഒരു ഭക്ഷണത്തെയും നബി സല്ലല്ലാഹു ഇഷ്ടപ്പെട്ട കഴിക്കണ്ട. കുറ്റം, ഭക്ഷണത്തിന് കുറ്റം പറയുക എന്നുള്ളത്, കമന്റ് അടിക്കുക എന്നുള്ളത് അത് പാടില്ലാത്ത കാര്യമാണ്. നബി ഒരിക്കലും ഒരു ഭക്ഷണത്തെയും കുറ്റം പറഞ്ഞിട്ടില്ല. 6-ാമത്തേത് കാന സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യഅകുലു മുത്തഖിഅൻ. ചാരി ഇരുന്ന് നബി ഭക്ഷണം കഴിച്ചിട്ടില്ല. അത് സുഖലോലുപമായ രീതിയാണ്. ചാരി ഇരുന്നിട്ട് ഒരു ഭക്ഷണം കഴിക്കുന്നില്ല. നബി അത് ചെയ്തിട്ടില്ല. അടിമകളെ പോലെ ജീവിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. 6-7 കാന സല്ലല്ലാഹു അലൈഹി വസല്ലം യഅകുലു ബിസലാസി അസ്വാബി. 3 വിരൽ കൊണ്ടാണ് നബി ഭക്ഷണം കഴിച്ചിരുന്നത്. 3 വിരൽ കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷണം കഴിച്ചിരുന്നത്. 8 കാന സല്ലല്ലാഹു അലൈഹി വസല്ലം യഅകുലു മിമ്മാ യലീഹി. നേരത്തെ പറഞ്ഞ തന്നെ അടുത്തുള്ളതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിച്ചിരുന്നത്. 9 കാന സല്ലല്ലാഹു അലൈഹി വസല്ലം യശ്റബു സലാസൻ. 3 തവണയായിട്ടാണ് നബി വെള്ളം കുടിച്ചിരുന്നത്. 3 തവണയായിട്ടാണ്. ദാഹമുള്ള സമയത്ത് പോയി ഉടനെ പോയി വെള്ളം അങ്ങനെ കുടിക്കരുത്. 3 തവണയായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വെള്ളം കുടിച്ചിരുന്നത്. 10 കാന സല്ലല്ലാഹു അലൈഹി വസല്ലം യതവസ്സഖു ബഅദ തുആമിഹി. ഭക്ഷണം കഴിച്ചതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിസ്വാക്ക് ചെയ്യുമായിരുന്നു, പല്ല് ശുദ്ധീകരിക്കുമായിരുന്നു. 12 കാന സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ അകല ഇൻദ ഖൗമിൻ ദഅ ലഹും. ഏതെങ്കിലും ഒരു ഖൗമിന്റെ, ഏതെങ്കിലും ഒരു സമൂഹത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷണത്തിൽ പങ്കെടുത്തിരുന്നുവെങ്കിൽ ദഅ ലഹും, അവർക്ക് വേണ്ടി ദുആ ചെയ്യും. അല്ലാഹുമ്മ ബാരിക് ലഹും ഫീമാ റസഖ്തഹും, അല്ലാഹുമ്മ ബാരിക് ലഹും ഫീമാ റസഖ്തഹും എന്ന് ദുആ ചെയ്യും. നമ്മൾ പള്ളിയിൽ നിന്ന് എവിടെ നിന്ന് നോമ്പ് തുറക്കുമ്പോൾ നമ്മൾ ദുആ ചെയ്യും, അല്ലാഹുവേ ഈ ഭക്ഷണം എനിക്ക് നോമ്പ് തുറക്കാൻ വേണ്ടി ഈ ഭക്ഷണം തന്നത് ആരാണോ എനിക്കറിയില്ല, അയാൾക്ക് നീ പുറത്തു കൊടുക്കണേ റബ്ബേ, അയാൾക്ക് നീ ബർക്കത്ത് ചെയ്യണേ റബ്ബേ എന്ന് ദുആ ചെയ്യണം. നമ്മൾ അല്ലാഹുമ്മ ബാരിക് ലഹും ഫീമാ റസഖ്തഹും എന്ന് ദുആ ചെയ്യണം എന്ന് ദുആ ചെയ്യുമായിരുന്നു. കാന സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഫരിഗ മിൻ തുആമിഹി ഹമിദല്ലാഹ്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽഹംദുലില്ലാഹ്, അല്ലാഹുവേ നിനക്കാണ് സ്തുതി എന്ന് അല്ലാഹുവിനെ സ്തുതിക്കുമായിരുന്നു. ഇത്തരം കാര്യങ്ങളിലെയും ചില കാര്യങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് മറ്റൊരു സമയത്ത് നമുക്കത് പൂർത്തിയാക്കാൻ പഠിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ കേട്ടത് പറഞ്ഞത് സ്വാലിഹായ ഒരു അമലായി സ്വീകരിക്കുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്തായ ചര്യകൾ പിൻപറ്റി ജീവിക്കാനുള്ള തൗഫീഖ് അല്ലാഹു തആല നമുക്കും നമ്മുടെ മക്കൾക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്ത് കൊണ്ട് സ്വർഗ്ഗം ലഭിക്കുന്ന മുത്തഖീങ്ങളിൽ നമ്മുടെ മാതാപിതാക്കളെയും ഭാര്യ സന്താനങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم وصلى الله وسلم على نبينا محمد وآله وصحبه وسلم والحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم.